പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടവാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉൽപ്പത്തി എന്ന 11-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം പ്രിയമുള്ള പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. തയോർഹിരണ്യാക്ഷമഹാസുരേന്ദ്രോ രണായ ധാവൻ നനവാപ്തവൈരീ ഭവത്പ്രിയാം ശ്മാം സലിലേ നിമജ്യ ചജാരഗർവാദ് വിനദൻ ഗദാവാൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തയോഹോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര രണായ ധാവൻ അനവാപ്തവൈരി ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചജാര ഗർവാദ് വിനദൻ ഗദാവാൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. തയോഹോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര രണായ ധാവൻ അനവാപ്തവൈരി ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ഗർവാദ് വിനദൻ ഗദാവാൻ ചജാര. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുര ചക്രവർത്തി യുദ്ധത്തിനായി ഓടി നടക്കുകയും ശത്രുവെ ലഭിക്കാത്തത് മൂലം കോപിഷ്ഠനായി അങ്ങയുടെ പ്രിയതമയായ ഭൂമിദേവിയെ സമുദ്രത്തിൽ മുക്കുകയും ചെയ്തു. എന്നിട്ടും തൃപ്തി വരാതെ ഹിരണ്യാക്ഷൻ ഗദയുമെടുത്ത് അലറി നടക്കുകയും ചെയ്തു. നമസ്തേ.